ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുള്ള അപ്നാഗർ കെട്ടിട സമുച്ചയ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നു. തത്സമയം അതിഥികളാണ്. ആ അതിഥി തൊഴിലാളികളുടെ ക്ഷേമം ഗൗരവമായി എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ. അതിൻ്റെ ഭാഗമായാണ് ആ സഹോദരങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനായി അപ്നാഗർ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. ഈ അപ്നാഗർ ഹോസ്റ്റലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു. സർക്കാരിൻ്റെ 1000 ദിനങ്ങളുടെ ഭാഗമായുള്ള ആഘോഷങ്ങൾ 20-ാം തീയതി കോഴിക്കോട് വെച്ച് ആരംഭിച്ചു. 27-ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഈ അപ്നാഗർ ഹോസ്റ്റലിൻ്റെ ഉദ്ഘാടനം എന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു താമസ സൗകര്യം ഒരുക്കുന്നത്. അത് കേരളത്തിന് മാത്രമേ സാധിക്കൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നത് ഇപ്പോൾ ഞാൻ വിശദമായി പറയാൻ തയ്യാറാക്കുന്നു. ഇവിടെ രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവർ നമ്മുടെ കേരളത്തിൻ്റെ ന്യായമായ സൗകര്യങ്ങളെല്ലാം അനുഭവിക്കാനിടവരണം. അതായത് ന്യായമായ നിരക്കിൽ വൃത്തിയും വെടിപ്പുമുള്ള പാർപ്പിടം, അതിനാവശ്യമായ സാമൂഹ്യ സുരക്ഷാ പദ്ധതി തയ്യാറാക്കുക. ഇത്തരമൊരു വാഗ്ദാനത്തിൻ്റെ നിറവേറ്റൽ കൂടിയാണ് ഇവിടെ പൂർത്തിയാക്കുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നാട്ടുകാരോട് പ്രകടന പത്രികയിലൂടെ പറഞ്ഞിരുന്നു. ആ പ്രകടന പത്രികയിലുണ്ടായ വാഗ്ദാനത്തിൻ്റെ നടപ്പാക്കൽ കൂടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പ്രകടന പത്രികയെക്കുറിച്ച് തന്നെ 2 അഭിപ്രായം ഇപ്പോൾ വന്നിട്ടുണ്ട്. രാജ്യത്ത് നേരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇറക്കിയിരുന്ന പ്രകടന പത്രിക അത് നടപ്പാക്കാത്തതിനെക്കുറിച്ച് രാജ്യം ഭരിക്കുന്നവരോട് ചോദിച്ചപ്പോൾ അതൊന്നും നടപ്പാക്കാനുള്ളതല്ല എന്നായിരുന്നു അവർ പറഞ്ഞ മറുപടി. എന്നാൽ ഇവിടെ അതിലെ ഓരോ അക്ഷരവും നടപ്പാക്കാനുള്ളതാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക കാഴ്ചപ്പാട് നാനാത്വത്തിൽ ഏകത്വം. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രായോഗിക ഇടപെടൽ കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ കേരളം വീണ്ടും ഒരിക്കൽ കൂടി രാജ്യത്തിന് മാതൃകയാവുകയാണ്. തൊഴിൽ വകുപ്പിൻ്റെ കീഴിലുള്ള ഭവനം ഫൗണ്ടേഷൻ കേരള, ഇതിലൂടെയാണ് ഈ മന്ദിരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ആദ്യം പൂർത്തിയായിട്ടുള്ളത്. 44,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള 3 ബ്ലോക്കുകളായാണ് ഈ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. 10 പേർക്ക് വീതം താമസിക്കാവുന്ന 62 മുറികൾ ഇവിടെയുണ്ട്.
എല്ലാം നല്ല മുറികളാണ്, നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അത് കാണുകയുണ്ട്. 32 അടുക്കള, 8 ഊണുമുറി, വിശാലമായ കുളിമുറി, കേന്ദ്രീകൃതമായ ഗ്യാസ് കണക്ഷൻ. മാത്രമല്ല അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ കളിക്കുന്നതിനാവശ്യമായ സ്ഥലം, പ്ലേ ഗ്രൗണ്ട്. ഇതിനെല്ലാം പുറമെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റി സംവിധാനം, ഇതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് അതിഥി തൊഴിലാളികൾക്ക് എല്ലാ സുരക്ഷയും ഒരുക്കുന്നു. അതോടൊപ്പം ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കുന്നു. അങ്ങനെയുള്ള താമസ സൗകര്യമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ കേരളത്തിനാകെ അഭിമാനിക്കാവുന്നതാണ്. കേരളം ഒരുമയുടെ നാടാണ്. ഇവിടെ വരുന്ന ഓരോരുത്തരെയും അതിഥി ദേവോ ഭവ എന്ന ആശയം പൂർണ്ണമായ തോതിൽ ഉൾക്കൊള്ളുകൊണ്ട് തന്നെ ഓരോ കേരളീയനും സ്വീകരിക്കുന്നത്. ആ ആതിഥ്യ മര്യാദയാണ് നമ്മുടെ സംസ്ഥാനത്തെ വേറിട്ടതാക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യകാലം മുതൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. അവരുടെ ഭാഷ, അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ ഭക്ഷണ രീതി, അവരുടെ വിശ്വാസം, ഇവയെല്ലാം സ്വാംശീകരിച്ചാണ് നമ്മുടെ സംസ്കാരം വികസിച്ചു വന്നത്. അതായത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒത്തൊരുമയോടെ കഴിയുന്ന ഒരിടമായി നമ്മുടെ നാടിനെ മാറ്റി തീർക്കുന്നതിൽ ഇത്തരമൊരു സ്വാംശീകരണം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിൽ നവോത്ഥാനത്തിൻ്റെ പങ്ക് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ഒരു ഭേദവുമില്ലാതെ മനുഷ്യർ പ്രത്യേക അറകളിലായല്ലാതെ ജീവിക്കുന്നതിനാണ് നവോത്ഥാന കാലത്ത് നവോത്ഥാന നായകർ ആഹ്വാനം ചെയ്തത്. ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ എല്ലാവരും സഹോദരന്മാരായി കഴിയുക. ഇതിൻ്റെ അടിത്തറയിലാണ് കേരളീയ സമൂഹം രൂപപ്പെട്ടത്. ആ ഒരു പ്രത്യേകത നാം ഓർക്കേണ്ടതാണ്. ഇവിടെ ഇത്തരമൊരു ചരിത്രത്തോട് നീതി പുലർത്തുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിഥി തൊഴിലാളികൾ നമ്മുടെ ഭാഗമായി നിലകൊള്ളുകയാണ്. അത്തരത്തിൽ നമുക്കവരെ ഉൾക്കൊള്ളാൻ നാടിനും നാട്ടുകാർക്കും ഉൾക്കൊള്ളാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ സവിശേഷതയാണ്. അതിഥി തൊഴിലാളികളെക്കുറിച്ച് ഒരു പഠനം 2013 നടന്നിരുന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ പുറത്തിറക്കിയ കണക്കനുസരിച്ച് കേരളത്തിന് അപ്പോൾ 25 ലക്ഷത്തിലധികം അതിഥി തൊഴിലാളികളുണ്ട്. ഇതിൽ 18 വയസ്സിനും 30 വയസ്സിനും മധ്യേ പ്രായമുള്ള പുരുഷന്മാരാണ് അധികവും. എന്ന് പറഞ്ഞാൽ ഏകദേശം 75%.
കുടുംബസമേതം ഇവിടെ തൊഴിൽ തേടിയെത്തി തൊഴിലെടുക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരുടെ മക്കൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് മികച്ച വിജയം കരസ്ഥമാക്കിയതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ്. അത് വാർത്തകളിലൂടെ മനസ്സിലാക്കിയതാണ്. ഒരു ഇൻ്റർവ്യൂ ഘട്ടത്തിൽ ഒരു പരിപാടിയിൽ അത്തരത്തിലുള്ള ഒരു കുട്ടി മലയാള ഗാനം സുന്ദരമായി ആലപിക്കുന്നത് കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മെച്ചപ്പെട്ട കൂലിയും സുരക്ഷിതമായ ജീവിതവും തൊഴിലിടങ്ങളും സുരക്ഷിതമായ തൊഴിലിടങ്ങളും ഉറപ്പു നൽകുന്നൊരു സംസ്ഥാനം. ഇതാണ് നമ്മുടെ നിരവധി സഹോദരങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ തൊഴിലുകൾക്കായി ഇവിടെ എത്തിച്ചേരാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ എത്തിപ്പെട്ടാൽ അവരുടെ സ്വന്തം നാട് പോലെ അവർക്കിവിടെ കഴിയാൻ പറ്റും. ഈ സാമൂഹ്യ മുന്നേറ്റം നവോത്ഥാന പാരമ്പര്യവും ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തിയ ഇടപെടലുകളുടെ ഫലമായി ഉണ്ടായതാണ് എന്നത് നാം മറക്കരുത്. അതിഥിത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റും നേരത്തെ പറഞ്ഞ പഠനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ അതിഥിത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് പലതരത്തിലുള്ള പരിപാടികൾ നടപ്പാക്കുന്നത്. അതിലൊന്നാണ് ആവാസ് എന്ന പേരിലുള്ള സമഗ്രമായ ഇൻഷുറൻസ് പദ്ധതി. ഈ പദ്ധതിക്ക് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, മുഴുവൻ തൊഴിലാളികൾക്കും സൗജന്യ ഇൻഷുറൻസ്, ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം ഈ പദ്ധതിയിൽ അംഗമാകുന്ന മുഴുവൻ അതിഥി തൊഴിലാളികളുടെയും കൃത്യമായ വിവരങ്ങളുള്ള ഒരു ഡാറ്റാ ബാങ്ക് തയ്യാറാക്കാനാണ്. അത് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്യുന്നതിനാണ്. എല്ലാവർക്കും തിരിച്ചറിയൽ കാർഡ് ഉണ്ടാവും. ഇത് കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളെ കുറിച്ച് കൃത്യമായ വിവരം നൽകുന്ന ഒന്നാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താനും ഇത് സഹായിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. അതിഥി തൊഴിലാളികളെ സഹായിക്കാൻ വേണ്ടി ഉള്ള മറ്റൊരു പദ്ധതി ജില്ലാതല ഫെസിലിറ്റേഷൻ സെൻ്ററാണ്. ജില്ലാതലത്തിൽ വിവിധ പ്രശ്നങ്ങളിലുള്ള സംശയ ദൂരീകരണത്തിന് അതിഥി തൊഴിലാളികൾക്ക് സമീപിക്കാവുന്ന സഹായക കേന്ദ്രങ്ങളാണ് ഈ ഫെസിലിറ്റേഷൻ സെൻ്റർ. അവരുമായി ആശയവിനിമയം നടത്താൻ തക്ക ഭാഷാ പ്രാവീണ്യമുള്ളവരെയാണ് ഫെസിലിറ്റേഷൻ സെൻ്ററുകളിൽ നിയമിക്കുക. തിരുവനന്തപുരം, എറണാകുളം ഇവിടങ്ങളിൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട്. അപ്നാഗർ ഇപ്പോൾ പാലക്കാട് ജില്ലയിലും പരിസരത്തും ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് കുറഞ്ഞ നിരക്കിൽ താമസിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. ഈ മാതൃകയിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലും പാർപ്പിട സൗകര്യം നിർമ്മിക്കാനുള്ള പദ്ധതി സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഇതോടൊപ്പം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ
ഭാഷ തടസ്സമാകാൻ പാടില്ല. അപ്പം അതിനവരെ സഹായിക്കാൻ കേരളത്തിൻ്റെ ഭാഷ മലയാളം പഠിപ്പിക്കാനുള്ള ദൗത്യം മലയാള മിഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. നിരക്ഷരരായ അതിഥി തൊഴിലാളികൾക്ക് അക്ഷരാഭ്യാസം നൽകാനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. ഇങ്ങനെ അതിഥി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്തുകൊണ്ട് അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഭാഗമായി കണ്ടുകൊണ്ടാണ് വിവിധ പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. നമ്മുടെ അതിഥി തൊഴിലാളികളിൽ 60% നിർമ്മാണ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഉൽപാദന മേഖലയിൽ 8%, ഹോട്ടൽ വ്യവസായത്തിൽ 7%, കാർഷിക മേഖലയിൽ 2% ഈ തൊഴിലാളികളുടെ സാന്നിധ്യമുണ്ട്. അപ്പം ഇത് കാണിക്കുന്നത് നാടിൻ്റെ നിലനിൽപ്പിനും വികാസത്തിനും ഇവർ വലിയ സംഭാവനയാണ് നൽകുന്നത് എന്നാണ്. ഈ സേവനം ഇല്ലായിരുന്നെങ്കിൽ വലിയ തിരിച്ചടിയാവും. നമ്മുടെ നാടിൻ്റെ ഭാഗമായി ഇവർ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് അവിഭാജ്യ ഘടകമായി അതിഥി തൊഴിലാളികൾ മാറിയിട്ടുണ്ട്. കേരള സമൂഹത്തിന് ആകെ അതിഥി തൊഴിലാളികളുടെ സാന്നിധ്യം, ഇവിടെ ചെലവഴിക്കുന്ന അധ്വാനത്തിൻ്റെ നാളുകൾ, ഇത് പരസ്പരം പ്രയോജനകരമാകുന്നതാണ്. കേരളത്തിനും പ്രയോജനകരമാകുന്നു, അവർക്കും അവരുടെ കുടുംബത്തിനും പ്രയോജനകരമാകുന്നു. ഈ അപ്നാഗർ ഹോസ്റ്റൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒന്നാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. അതിഥി ദേവോ ഭവ.